ഹലോ, എല്ലാവർക്കും നമസ്കാരം. എത്ര മനോഹരമായ വയൽ അല്ലേ? ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഇങ്ങനൊരു വയലുമായി ബന്ധപ്പെട്ട വിശേഷമാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. കണ്ണൂർ പട്ടുവം സ്വദേശിനിയായ ബിന്ദു എന്ന ബിന്ദു എടത്തി. ഈ ബിന്ദു എടത്തി എന്ന് വിളിക്കാൻ കാരണമുണ്ട്. ബിന്ദു എടത്തിക്ക് ഇത്തിരി പ്രായമുണ്ട്. എന്തായാലും 50 വയസ്സ് പ്രായമുള്ള ഈ ബിന്ദു എടത്തിക്ക് ഇന്നിപ്പോൾ സ്വന്തമായിട്ട് 60 ഏക്കറിന് മുകളിൽ പാടവും മറ്റ് പല സ്ഥലങ്ങളുമായിട്ടുണ്ട്. സ്വന്തമായിട്ട് 60 ഏക്കറിന് മുകളിൽ. ഇത് പലതും പാട്ടത്തിനടുത്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. അത്രത്തോളം കൃഷിയെ സ്നേഹിക്കുന്ന ഒരു വനിതയാണ് ബിന്ദു എടത്തി. അപ്പോൾ ബിന്ദു എടത്തിയുടെ ആ കൃഷി വിശേഷം അതൊന്ന് കാണേണ്ട കാഴ്ചയും അറിയേണ്ട വിശേഷവുമാണ്. കൂടുതലായി പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല. എന്തായാലും നേരെ കണ്ണൂർ പട്ടുവം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ്. അതായത് ഈ ബിന്ദു എടത്തിയുടെ വീട്ടിലേക്കും ബിന്ദു എടത്തി കൃഷി ചെയ്യുന്ന പാടത്തേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ഒക്കെ ഇന്ന് ഞാൻ പോകും. അവിടെ നിന്നുള്ള വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ആ പറഞ്ഞ വ്യക്തിയുടെ ബിന്ദു എടത്തിയുടെ വീട്ടിലേക്കുള്ള യാത്രയാണ്. ദേ ഈ വഴി. എൻ്റെ പിന്നിൽ ഞാൻ കുറേ ദൂരം പിന്നിട്ടു. അങ്ങനെ അവർ പറഞ്ഞു തന്ന പ്രകാരമാണെങ്കിൽ ദേ ഇവിടെ വന്നിട്ട് ഇനി ഈ വലത്തേക്ക് കാണുന്ന വഴിയില്ലേ, ദേ ആ കാണുന്ന നീല ഷീറ്റിട്ട വീടാണ്. പറഞ്ഞ അടയാളം വെച്ചിട്ട് അത് തന്നെയാണ് വീട്. എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇങ്ങനെ താഴേക്ക് പോകണം. ഇത് കണ്ടില്ലേ, നമ്മുടെ ചെങ്കല്ല് പാകിയ വഴിയാണ്. ഇവിടെ വന്നപ്പോൾ മഴയുണ്ട്, അത്യാവശ്യം ചാറ്റൽ മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നടക്കാൻ എനിക്ക് കുറച്ച് ടെൻഷനും ഉണ്ട്. കാരണം തെറ്റലുണ്ടാവുമോ എന്നൊരു പേടി. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. കാരണം നമ്മളൊന്ന് കണ്ണ് തെറ്റിയാൽ ഒരുപക്ഷെ ചിലപ്പോൾ സ്ലിപ്പാവും. മറ്റേ കുതിരോട്ടം പപ്പ് പറഞ്ഞ പോലെ ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ. ഇതാണ് അപ്പറഞ്ഞ ബിന്ദു എടത്തിയുടെ വീട്. ഇവിടെ വന്ന് ഇതിൻ്റെ വാതിൽ നിൽക്കുമ്പോൾ തന്നെ നല്ല നെല്ലിൻ്റെ മണം, നല്ല ഫ്രഷ് നെല്ലിൻ്റെ മണം എനിക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വിശദമായിട്ട് കാണിക്കാം. ആരുമില്ലേ? എടത്തി, ബിന്ദു എടത്തി, ആരും കാണുന്നില്ലല്ലോ. ബെല്ലടിച്ചിട്ടും കേൾക്കുന്നില്ല. പക്ഷേ കറണ്ട് പോയിട്ടുണ്ടാവും. കുഴപ്പമില്ല, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ ചാക്കുകെട്ടുകൾ വെച്ചിട്ടുണ്ട്. ഇത് നെല്ല് തന്നെയാണ്. പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും നെല്ലും കൃഷിയുടെ കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി ഒരു കാഴ്ച ഞാൻ കാണിച്ചുതരാം. എന്താ ഇതേ കണ്ടില്ലേ, പുതിയ ഞാറിൻ്റെ തൈ. ഇതിൻ്റെ കൃത്യമായ പേരെന്താണെന്നൊക്കെ അവരോട് തന്നെ ചോദിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ആദ്യം ഒന്ന് പറയാം. ഇതിങ്ങനെ കാണുമ്പം ഇതൊരു കുഞ്ഞു പാടം അല്ലെങ്കിൽ ഒരു കുഞ്ഞു നെൽവയൽ കാണുന്ന പോലെ തന്നെയുണ്ട്. ഇത് പുതിയ വിത്ത് വല്ലതും ആണോ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിക്കാം. എന്തായാലും ആദ്യം കണ്ട കാഴ്ചകൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. പിന്നെ ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ എവിടെയോ ആളുണ്ട്, സംസാരം കേൾക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു വട്ടം വിളിച്ചു, കണ്ടില്ല. ബെല്ലടിച്ചു, കേട്ടില്ല. ഇനി ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം. എടത്തി, ബിന്ദു എടത്തി. ഉണ്ട്. നമസ്കാരം. ഞാൻ ഓക്കെ. തിരക്കായിരുന്നോ രാവിലെ? പണിക്കാരുണ്ടോ? അതുകൊണ്ടായിരിക്കും ഞാൻ ഇവിടെ വന്ന് വിളിച്ചപ്പം. ഓക്കെ. ഇദ്ദേഹമായിരിക്കും അദ്ദേഹം അല്ലേ? പേരെന്താണ്? മനോഹരൻ. ഓക്കെ. ചേട്ടനും നിങ്ങൾ രണ്ടുപേരോടെ ചേർന്നിട്ടാണോ കൃഷി ചെയ്യുന്നത്? ഓക്കെ. വേറെ എന്തെങ്കിലും? മോളും ഉണ്ട്. എത്ര പേരാ കുട്ടികൾ? 2 പേര്. 2 പെൺകുട്ടികളോ? എന്താ അവരുടെ പേര്? മൃദുലയും മിഥുലയും. എന്ത് ചെയ്യുന്നു രണ്ടുപേരും?
ഒരാൾക്ക് ജോലിയായി റവന്യൂലി തലപ്പുറം റവന്യൂ. ഓ അത് ശരി. ആ ഓക്കെ. അതെയോ? മറ്റേയാള് മറ്റോളെ എഞ്ചിനീയറിംഗ് പഠിക്കുമെന്ന്. ഓളിപ്പോ കോഴിക്കോട് മറ്റേ അവരെ ക്യാമ്പസിന്റെ ഇതിലുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അവർ രണ്ടുപേരും സഹായിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടോ ആള്? പോവാൻ തരാം. ഓഫീസിൽ കൊണ്ട് ഓ ഓഫീസിൽ പോകേണ്ട ആളാണോ ഇവിടെ ഉള്ളത്? ആ ഓക്കെ. വന്നോ ഒന്ന് കണ്ടോട്ടെ. മൃദുല അല്ലേ? മൃദുല രാവിലെ പോകാനുള്ള തയ്യാറെടുപ്പിലാണോ? ആ മൈക്ക് അമ്മയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് നേരം പിടിച്ച് നിർത്തുന്നില്ല. അപ്പം നടക്കട്ടെ. ഞാൻ അമ്മയും അച്ഛനെ ഒന്ന് പരിചയപ്പെടാനും അവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനും മനസ്സിലാക്കാനും കൂടെ വന്നതാണ്. ഓക്കെ ശരി. എനിക്കിവിടെ നല്ല അസല് ചായയും പിന്നെ വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ. ഇതെന്താ, ആവിലോ? ആ അപ്പം അത് ഇവിടുത്തെ സംഭവമായിരിക്കും, ഇവിടുത്തെ നെല്ല് അരി അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം. ബാക്കി ഇതെന്താ, ഇത് കപ്പലിൻ്റെയും അതൊന്നും ഞാൻ കഴിക്കില്ല. നല്ല മഴ വരുന്നുണ്ട് അല്ലേ? ഇവിടെ എല്ലാ ദിവസവും ഉണ്ടോ ഇപ്പൊ മഴ? ഇന്നലെ ഉണ്ടായിരുന്നില്ല. ആ ഇവിടുന്ന് ഈ കടയിൽ നിന്ന് എന്തോ സാധനം വാങ്ങണം. അപ്പോൾ നമ്മൾ ആ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. അതായത് ബിന്ദുവേടത്തിയുടെ സ്വന്തം വയലേലകളിൽ എത്തിയിരിക്കുകയാണ്. നല്ല ഒന്നാന്തരം സീനറി നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു സൈഡിൽ മല, ഒരു സൈഡിൽ വയൽ, കിളികൾ ഒക്കെ ഉണ്ട്. ആ ഇവിടെ പണിക്കാരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ദേ ഈ വയലിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ദേ ഇതാണ് പണിക്കാർ. ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കേണ്ട, ഇതിൽ ഒരു മലയാളി പോലും ഇല്ല, എല്ലാം വിദേശീയരാണ്, അതായത് ബംഗാളികളാണ്. ഒന്ന് ചിന്തിച്ചു നോക്കും, ഒരു കാലത്ത് നമ്മുടെ ആൾക്കാർ നിന്ന് ചെയ്തിരുന്ന ജോലിയൊക്കെ ഇപ്പോൾ ദേ ഇവർ നിന്ന് ചെയ്യുന്നു. അതിന് പോലും ആളെ കിട്ടാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. कैसे भाई? ठीक है. ठीक है. ദേ ഈ റോഡ് കണ്ടില്ലേ, ഇത് തളിപ്പറമ്പിലേക്കും ഇത് പട്ടുവം പഴയങ്ങാടിയിലേക്കും പോകുന്ന വഴിയാണ്. ഈ റോഡിൻ്റെ രണ്ട് കരകളിലുമായിട്ടാണ് ബിന്ദുവേടത്തി പാട്ടത്തിനെടുത്തിരിക്കുന്ന നെൽവയലുകളുള്ളത്. അവർ ഈ റോഡ് വക്കിൽ തന്നെ ഇരുന്നാണ് ചെറിയ രീതിയിലുള്ള, രാവിലത്തെ ചെറിയ രീതിയിലുള്ള കാപ്പുകൂടി നടത്തുന്നത്. ബിന്ദുവേടത്തി, ഈ കാണുന്ന വയൽ മുഴുവനും ഏടത്തി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാണ് അല്ലേ? ഇതിപ്പോ എത്ര ഏക്കർ ഉണ്ട്? ഇതിപ്പോ ഏകദേശം ഒരു 30 മേലെ ഉണ്ടാവും. 30 മേലെ ഉണ്ട്. ഇവിടെ കുറച്ച്, ഇപ്പുറത്ത് കുറച്ച്, വേറെ സ്ഥലത്ത്, അങ്ങനെ മൊത്തത്തിലാണല്ലേ? ഇപ്പൊ എവിടെ സ്ഥലം ഉണ്ടെങ്കിലും നമ്മൾ പാട്ടത്തിനെടുക്കും. എത്ര വർഷമായി ഇവിടെ കൃഷി തുടങ്ങിയിട്ട്? ഇവിടെ തുടങ്ങിയിട്ട് ഒരു 2010 മുതലേ ഇവിടെ കൃഷി എടുക്കാനുള്ള ഇതുണ്ട്. 2010 മുതൽ.
ചെയ്യുന്നുണ്ട് ഇവിടെ. അല്ലാണ്ട് ബാക്കിയുള്ളവർക്കെല്ലാം വേറെ എല്ലാ സ്ഥലം, സ്വന്തം സ്ഥലം മംഗലശ്ശേരിയാ. ആടെ പാടശേഖരത്തില് കൃഷി എടുക്കാറുണ്ട്. ഈ കൊച്ചുനാള് തൊട്ടേ ഇത് തന്നെയായിരുന്നു? അച്ഛനും കുടുംബ പാരമ്പര്യമായിട്ട് കിട്ടിയതാ. അതെയോ? വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു സഹോദരങ്ങളായിട്ട്? സഹോദരങ്ങളായിട്ട് പറഞ്ഞാൽ ഒരു അനിയത്തിയുണ്ട്, ആങ്ങളെയുണ്ട്. ആങ്ങളെയും എല്ലാരും കൃഷിയുടെ ഇതില്ലവരെന്നെ. അനിയത്തി എന്നാലും ഏട്ടത്തിയോളം അവരൊക്കെ കൃഷി ചെയ്യുന്നില്ല? ഇല്ല. ഇതിങ്ങനെ ഇത്ര ഏക്കർ സ്ഥലമൊക്കെ ഒന്നിച്ചെടുത്ത് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം എവിടുന്ന് കിട്ടി? അത് ആദ്യം കുറച്ച് ചെയ്തു, പിന്നെ എങ്ങനെയായാലും ഞങ്ങൾ ഈ ഇത് ഒരു മേഖല ചെയ്യണം എന്നില്ല ആ ഒരു ഇത് വന്നു. പിന്നെ ഇവിടെയെല്ലാം വെറുതെ കിടക്കുന്ന തരിച്ചിട്ടിട്ട് കണ്ടേരം ഞങ്ങൾക്കൊരു ഇത് തുടങ്ങി. അങ്ങനെ ആവേശത്തിൽ എല്ലാ നമ്മളിപ്പോ വീട് മാത്രല്ലല്ലോ, ഞങ്ങള് വയനാട്, കോഴിക്കോട് ചെയ്യുന്നുണ്ട്. ആടെല്ലാം കൊയ്ത്ത് മെഷീനും കൊണ്ട് പോകുന്നോണ്ട് ആടെ ഇത് വെക്കുന്നോണ്ട് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എത്ര ഏക്കറിൽ ഇപ്പോ നിലവിൽ കൃഷി ചെയ്യുന്നുണ്ട്? 51 ഏക്കറിന്റെ കൃഷി ഇവിടെ മാത്രമായിട്ട് മൊത്തത്തില് എല്ലാം കൂടി ഇപ്പൊ വരുമ്പം ഏകദേശം ഉണ്ടാവും 10-60 ഏക്കറിലോളം മേലെ ഉണ്ടാവും എല്ലാം കൂടി. എത്ര രസമുള്ള സ്ഥലമാണ് നോക്കിയേ. ഒരു സൈഡില് മല, ആ കാണുന്നൊക്കെ റബ്ബറാണോ? അതെ, അതിന്റെ മേലെ സ്കൂളാ. അതിന് മേലെ? മേലെ ഹൈസ്കൂളാണ്. റബ്ബർ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോ? ഉണ്ട്. ഓക്കെ. ഇനി ഇവിടെ തന്നെ ഈ വയലിൻ്റെ വേറൊരു ഭാഗം എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി ബിന്ദു ഇടത്തിയുടെ ഹസ്ബൻഡ് മനോഹരേട്ടൻ എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഈ വഴിയിലൂടെ വേണം പോവാൻ. സാധാരണ ഞാൻ ഷൂട്ടിനൊക്കെ പോകുമ്പോഴേ ഈ സ്പോർട്സ് ഷൂ ആണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇന്ന് എനിക്കറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വയലും ചെളിയൊക്കെ ആയിട്ടുള്ള ഒരു മൽപ്പിടുത്തം ഉണ്ടാവും. അതിന് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ സാധാ ചെരുപ്പ് തന്നെയാണെന്ന്. അതുകൊണ്ട് ഈ വഴിയിലൂടെയൊക്കെ ഇന്ന് നടന്നു പോകുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. കുറേ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു കുഞ്ഞൊരു തോട്. വരുന്ന വഴിയിലേ വേറൊരു കാഴ്ച. ഒരാൾ മീൻ പിടിക്കുകയാണ്. അയാൾ ഈ നാട്ടുകാരനല്ല, വേറെ ഏതോ നാട്ടുകാരനാണ്. മീൻകാരൻ്റെ കാര്യം കാണാൻ പോയ സമയത്തിന് മനോഹരമായിട്ട് എങ്ങോട്ടോ പോയി. എനിക്ക് കാണാനും പറ്റുന്നില്ല. വഴിയാണ് അങ്ങനെ നീളത്തിൽ അങ്ങോട്ടേക്ക് കിടപ്പുണ്ട്. ഇതെവിടെ പോയി? മനോഹരേട്ടാ, മനോഹരേട്ടാ, രാഘവോ, രാജപ്പോ വിളിച്ച പോലെ മനോഹരേട്ടാ, മനോഹരേട്ടാ. ഇവിടെ എങ്ങും കാണാനില്ലല്ലോ. ഇത് നല്ല ഇത് കുഴപ്പമില്ലാത്ത പണിയാണ് കേട്ടോ. ഈ ചള്ളെ ചവിട്ടാതെ ഒരു രക്ഷയില്ല. അയ്യോ, അങ്ങനെ അതിലിറങ്ങാതെ രക്ഷയില്ല. ഇതിലേ കയറി പോവും. ആളെവിടെ? ഈ വെള്ളത്തിൽ ചവിട്ടാണ്ട് ഒരു പണി നടക്കില്ല മോനെ. ചവിട്ടി ചവിട്ടി. സത്യത്തിൽ എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇതിലേ ഇങ്ങനെ പോയി 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 കാസർഗോഡ് എത്തൂ. വഴിയും കാണുന്നില്ല. അയ്യാ, നല്ല അസല് ചെളി ചവിട്ടിയപ്പോൾ. എന്നാലും കുഴപ്പമില്ല, നമ്മളെ സ്വന്തം ചെളിയല്ലേ. വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ദേഹത്ത് ചെളിയൊക്കെ പറ്റണമല്ലോ അല്ലേ. തെന്നി എങ്ങാനും പോയാൽ എൻ്റെ പൊന്നു മോനെ, എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറയും പോവും, ഞാനും പോവും. ഈ വഴി ഇങ്ങനെ അങ്ങോട്ടേക്ക് പോയാൽ ഈ ഇവർക്കൊരു ട്രാക്ടർ ഉണ്ട്. ആ ട്രാക്ടർ നിൽക്കുന്നതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ കുറേ പാടുപെട്ടു. ഇത് ഈ കാണുന്നത് ഇപ്പം ഇവിടെ വന്നപ്പോൾ കുഴപ്പമില്ല വഴി, പക്ഷേ ഇതിന് മുമ്പ് കുറച്ച് ചെളിയും കുണ്ടുമൊക്കെ ഉണ്ടായിരുന്നു. ഇതിലേക്കൂടി ഇങ്ങനെ കയറി വേണം പോവാൻ. നല്ല കാടാണ് കേട്ടോ.
ഒറ്റയ്ക്കെങ്ങാണുമായിരുന്നെങ്കിൽ ഞാൻ കണ്ടം വഴി എന്ന് ഓടിയെന്ന് ചോദിച്ചാൽ മതി. എവിടെയോ ഒരു സംസാരം കേൾക്കുന്നു. അത് നമ്മുടെ മനോഹരേട്ടൻ്റെ സംസാരമാണെന്നാണ് തോന്നുന്നത്. നോക്കാം. ആ അതെ 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 ദേ നിൽക്കുന്നു കണ്ടോ. ഇപ്പം ഇവിടെ വരാൻ വേണ്ടിയാണ്. അടുത്ത ചെളി, അടുത്ത വെള്ളം. രണ്ടുപേരും ഇവിടെ വന്ന് നിൽക്കുമായിരുന്നല്ലേ? ബിന്ദുവടത്തി, എന്തേ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നേ? അതെ, ആ വണ്ടി ഇങ്ങോട്ട് വന്നാല് ഇങ്ങോട്ട് വരാന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് എത്ര പാട് നടക്കണം. ഇവിടെയാകുമ്പോ ഇവിടെ വണ്ടി വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ്. അവന് ഭക്ഷണം കൊടുത്ത് അവൻ ഭക്ഷണം കഴിക്കുമ്പോ എന്നാ നമുക്ക് എടുക്കാലോ. ആ ഓക്കെ. ട്രാക്ടർ വരുന്നുണ്ട്. അല്ല, ഇവിടെ രണ്ട് മൂന്ന് നാലെണ്ണം ഇവിടെ. ഇനിയിപ്പോ ബിന്ദുവടത്തിയാണ്. ഊഴം കഴിഞ്ഞു അല്ലേ? അതെ അതെ അതെ. ദേ ഈ കാണുന്ന ഏകദേശം 10-45 ഏക്കറിന് മുകളിൽ സ്ഥലം പാട്ടത്തിനെടുത്ത്, വയൽ പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുന്ന ഒരാളാണ് ദേ ഇപ്പോൾ ഈ ട്രാക്ടർ ഓടിക്കുന്നത്. ഇങ്ങനെ മനസ്സുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കർമ്മശേഷിയുള്ള എത്ര പേര് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കിടയിലുണ്ട്? ഒന്ന് ചിന്തിച്ചു. നാളെ നമുക്ക് മറ്റേ അവിടെ ഇതെല്ലാം തീർത്തിട്ട് ലാസ്റ്റ് അടിച്ചത്. നാളെ ഇപ്പം മയിലേക്ക് ആയിരിക്കും ചിലപ്പോ പോണ്ടി വരുവാ. ഇവരെ മയിലേക്ക് വിടുക. ഇവരെ മയിലേക്ക് വിടാ, അല്ലാണ്ട് ഇത് അടിച്ചാവണ്ടേ. ബാക്കി നടാനുണ്ടെന്നാ നടണ്ടല്ല, അവരാണ് പൊരിച്ചിട്ടിട്ട് അവര് ഓനാണെന്ന് ഇവർ അടിച്ചു കൊടുക്കണേ. എന്നാലും നീ ഇത് അടിക്കാൻ പോയിട്ടാകുമ്പോ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഉച്ചയായി, നല്ല വെയിലായി. എനിക്കിന്ന് തിരിച്ചു പോവുകയും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഈ സമയത്തൊന്നും ഇവർ കയറില്ല. ഒരു വൈകുന്നേരം വരെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് നിൽക്കും. ഈ വഴി വേണം വീണ്ടും തിരിച്ചു പോവാൻ. നിങ്ങൾക്ക് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് ഒരുമാതിരി തവള അല്ലെങ്കിൽ മാക്രി കരയുന്ന പോലത്തെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? അതെൻ്റെ ചെരുപ്പിൻ്റെ സൗണ്ടാണ്. ഇത് കണ്ടോ, ഇതിലൊക്കെ മുള്ളുണ്ട്. തൊട്ടാവാടി പോലത്തെ മുള്ള്, അതൊക്കെ ചവിട്ടിക്കൊണ്ടോ. അതേ എന്തായാലും ഈ യാത്ര ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലുണ്ണി, ഞാൻ മറക്കില്ല. ഇതേ കണ്ട, ഈ വഴിയിലൂടെയും പോകണം. ഇതൊരു
സാഹസപ്പെട്ട യാത്രയാണ്. ഒരു കയ്യിൽ ക്യാമറ, ഒരു കയ്യിൽ കുട, പിന്നെ ഞാനും മാത്രം. ഓ, നല്ല തെറ്റലുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി അമേരിക്ക എത്തിയെന്ന് തോന്നുന്നു. നമ്മളിത് വണ്ടിയുടെ അടുത്തെത്തി. അയ്യോ, ദേ ആ കാണുന്ന വഴിയില്ലേ, ഇത് കാണുമ്പോൾ വളരെ നിസ്സാരമായിട്ടൊക്കെ തോന്നും, ഈസി ആയിട്ട് ഓടിപ്പോകാമെന്ന് വിചാരിക്കും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നന്നായിട്ട് എഫേർട്ട് എടുത്തു. കാരണം ഈ ചവിട്ടുന്ന ചെളി അമ്മാതിരി ചെളിയായിരുന്നു. ഇതും ആ കണ്ട പാടത്തിൻ്റെ ബാക്കിയാണ്. ഇതും നമ്മുടെ ബിന്ദുവേടത്തി മനോഹരേട്ടനും പാട്ടത്തിനെടുത്തിട്ട് കുറേ ചെയ്തു. എന്നിട്ടിപ്പം എന്താ പറ്റിയേ? ആ ശരി, ഒരു ഭാഗത്ത് തീർത്ത് വരുന്നു. ആ ഓക്കെ. ഇനിയിപ്പോൾ ഇത് ട്രാക്ടർ വെച്ച് പൂട്ടി ഇത് കൃഷിക്ക് അനുയോജ്യമായ രീതിയിലാക്കി എടുക്കണം. ഇവിടെയുണ്ട്, ഇപ്പുറത്തുണ്ട്. ഇവിടെയുണ്ട്, കണ്ടോ, ഇതുമുണ്ട്. ആ ഇതാണ് ബിന്ദുവേടത്തിയുടെ തറവാട് വീട്. അത് പൊളിച്ചിട്ടേക്കാണ്. ചെങ്കല്ലാണ് മൊത്തം. ഇപ്പോഴും നല്ല കല്ലുകൾ അതിൻ്റെ ഇടയ്ക്കുണ്ട്. ഇപ്പം അമ്മയും അച്ഛനുമൊക്കെ ഇവിടെ ഈ വീട്ടിലാണ്. ഞാൻ ആ വീട്ടിലേക്ക് പോവാണ്. ഇതാണ് അമ്മയും അച്ഛനും താമസിക്കുന്ന വീട്. ഈ വീട് ഇപ്പോൾ ആങ്ങളെയാണ് താമസിക്കുന്ന, ആങ്ങളൊക്കെയാണ്. ബിന്ദുവേടത്തിയെ നല്ല ഒരു കൃഷിക്കാരിയാക്കി മാറ്റിയ അമ്മയും അച്ഛനുമാണ്. അച്ഛനും അമ്മക്ക് വരുന്നവരുണ്ട്. ഓള് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്തേക്ക് കണ്ടത്തേക്ക് ഏൽപ്പിച്ചിട്ട് ഇപ്പൊ നാട്ടിൽ എടുത്താൽ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട്. പക്ഷെ ഓള് വീട്ടിലെ പണിയെടുത്തിട്ട് സ്കൂൾ പഠിക്കാൻ സമയം ഉണ്ടായിട്ടില്ല. ഓക്ക് അത്രയും കഷ്ടപ്പെട്ടതാണ്. അച്ഛാ ഇരിക്കണോ, കുഴപ്പമില്ല. അച്ഛന്റെ പേരെന്താ? ഗോവിന്ദൻ. അമ്മയുടെ ജാനകി. അച്ഛൻ എന്താ പറയാൻ വന്നേ? മൈക്ക് അങ്ങോട്ടൊന്ന് ചേർത്ത് വെച്ചോ അമ്മ. അച്ഛൻ പറഞ്ഞോ. അങ്ങനെയെല്ലാം കണ്ട ഒരു സന്തോഷം. പിന്നെ എന്റെ മോളോടുള്ള സ്നേഹം എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ കാർഷിക മേഖലയിലെല്ലാം ബന്ധപ്പെട്ടിട്ട് ജനങ്ങൾക്കെല്ലാം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയുടെ ഉണ്ടാവണം. അതെ, എന്നാൽ മാത്രമേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയൂ. അതെ, നമ്മളുടെ അടുത്ത് പൈസയുണ്ട്, പൊന്നുണ്ട്, മണ്ണുണ്ട് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ വയറ്റിൽ ചെയ്ത് പോകണം. എന്ത് വേണം? അധ്വാനിക്കണം. ഇപ്പൊ നമ്മളിടുന്ന ചോറ് തോന്നുന്നു അരി മേടിച്ചോണ്ടെന്ന്. ഇതുമാതിരി നെല്ലുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരാധന അതുമാതിരി നമ്മളെനി ഇടുന്ന് പണിയെടുക്കാതെ ഉണ്ട് വയലിലെല്ലാം കിടപ്പാന്ന് ഇപ്പം പറയാം. അതുമാതിരി എല്ലാവരും ഇത് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാലേ നമുക്ക് പൈസ തിന്നാൻ കഴിയാ, മണ്ണ് തിന്നാൻ കഴിയാ, പൊന്ന് തിന്നാൻ കഴിയാ, ഒന്നും കഴിയില്ല. അന്നേരം തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കാൻ ഇത് കർഷകർക്കെന്ന് മാത്രമല്ല നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് തന്നെ സത്യം പറഞ്ഞ ബിന്ദുവേടത്തി ഒരു മാതൃക തന്നെയാണ്. അച്ഛനിപ്പോ എന്ത് പറ്റി? ഞാൻ തനിയെ നടക്കാൻ വേണ്ടി രാവിലെ പോകും. നടക്കാൻ വേണ്ടി പോയിട്ട് ചെരുപ്പ് കുടുങ്ങിയിട്ട് പോയിട്ട് സ്ലേവനടിച്ചു എങ്ങോട്ട് ചായ ഉണ്ടാക്കി. ഇല്ല, ഒന്നും വേണ്ട, ഞാൻ കുടിച്ചു അവിടുന്ന്. ഇനിയിപ്പോൾ ഇവിടെ പച്ചക്കറി തോട്ടമുണ്ട്. അതെന്നെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോവാണ്. ചേന നട്ടിട്ടേ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങള് പുതിയ ഇതിന്റെ കൂടി തന്നെ മറ്റുള്ള ഇതും കൂടി സ്ഥലം മറ്റെന്ന് വെച്ചാൽ ഞങ്ങൾ 1.5 ഏക്കറോ 2 ഏക്കറയിൽ മേലെ വാറിയില്ലാത്ത സ്ഥലം വാങ്ങിയിട്ട് വൃത്തിയാക്കിയിട്ട് ഇതേപോലെ പച്ചക്കറി നടല. അപ്പൊ പിന്നെ അത് ഒരു വർഷം തരും, പിന്നെ തരൂല. അവരെ സ്ഥലം വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ തരൂല. അപ്പൊ അങ്ങനെ 3-4 ആൾക്കാരെ സ്ഥലമെല്ലാം വൃത്തിയായി കഴിഞ്ഞിട്ട് പിന്നെ എന്നിട്ട് അത് കഴിഞ്ഞതുകൊണ്ട് ഇപ്രാവശ്യം തോന്നെടുത്തു ഞങ്ങളിവിടെ ചേന നട്ടു. ചേനന്റെ കൂടെ തന്നെ ബാക്കിയുള്ള പച്ചക്കറിയും കൂടി നട്ടു. ഇതെന്താ സംഭവം? ഇവിടെ ഇത് ഞങ്ങളുടെ ആടെ വിത്ത് കണ്ടത്തിലിട്ട വിത്ത് പ്രാവും പക്ഷികളെല്ലാം കൊണ്ടുപോയത് കൊണ്ട് എത്തിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇട്ടതാ.
ആ ഇത് ടില്ലറ് ഗാർഡൻ ഇത് പിന്നെ നിലം ഉഴുതാനെടുക്കുന്ന നിലം ഉഴുതാനെടുക്കുന്ന. ട്രാക്ടറിന് ആദ്യകാലത്തെല്ലാം ടില്ലറാണ് ഉണ്ടായിരുന്നേ. അതെയോ ട്രാക്ടർ ഇതെന്താ ഇങ്ങനെ മഴ നനയായിരിക്കാൻ വേണ്ടിയാ? ആ മഴ നല്ല ആ ഓക്കെ ഇതിന്റെ സമയം ആയിട്ടില്ല അല്ലേ? അല്ല ചെയ്തു. ഇതിപ്പം വരുമ്പോ ഇനി ഒരു ഞാറ് പൊയിച്ച കണ്ടല്ലോ ഒഴിവായിട്ട് വരുമ്പോ ആ ട്രാക്ടർ പോകാൻ പറ്റാത്ത സ്ഥലത്തേക്ക് ഇനി പിന്നെ ടില്ലർ എടുത്തിട്ട് പോണം. അതെയോ നമ്മൾ രണ്ടുപേരും കൂടി രാവിലെ ഇത് എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യം ഇപ്പൊ ഈ പൂട്ടിയ സ്ഥലമെല്ലാം ഞങ്ങൾ ഈ ടില്ലറിനെ കൊണ്ട് ആദ്യം അടിച്ചതാ. ഫുള്ള് അടിച്ചിടുന്ന. എടുത്ത് ഇതെന്ത് മെഷീനാ? ഇത് കൊയ്യുന്ന മെഷീൻ. കൊയ്യുന്ന മെഷീനാണ്. വലിയ പാടത്തെല്ലാം പറ്റുന്നത് ഇറങ്ങുന്നു. പിന്നെ കർത്താറ് പോലെയുള്ള വണ്ടി കൊണ്ടച്ചിനേ ഉള്ളൂ. കഴുകി വൃത്തിയാക്കിനൊന്നുമില്ല. ഒരാഴ്ച കഴിഞ്ഞേ ഉള്ളൂ. അതിന്റെ ഒരു ചെറിയ ക്ഷീണം ഉണ്ട് അതിന്. ഇവിടെ ലൈറ്റ് കുറവായതുകൊണ്ട് തൽക്കാലം എനിക്കിതേ ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ നിങ്ങളിൽ പലർക്കും അറിയാം, കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്കിലും ബിന്ദു ഇടത്തെയാണ് ഇതിൻ്റെ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് അത്ര വിശാലമായിട്ട് കാണിക്കുന്നത്. ഇടത്ത് ഇത് നിങ്ങളുടെ ആവശ്യത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കാനാണോ ഇത്? അല്ല, ഞങ്ങളുടെ ആവശ്യത്തിനുണ്ട്, മറ്റുള്ളവർക്കും. ഇവിടെ മാത്രമല്ല, എല്ലായിടെയും കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, പാലക്കാട്, ആലപ്പുഴ വരെ ഞങ്ങൾ ചെയ്തു. കൊടകില് പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഷിമോഗ, കൊടകില് അവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പം മറ്റേ ഇവിടുന്ന് ഇപ്പൊ കൊണ്ടുവന്നതിനത്രേ. അതെയോ? ഷിമോഗന്ന് ഇപ്പാന്ന് മറ്റേ ആ വലിയ ഷിമോഗ എന്ന് പറഞ്ഞാൽ കർണാടകയില്. ഓ അവിടെയൊക്കെ കൊണ്ടുപോയത് ലോറിയിൽ കയറ്റി കൊണ്ടുപോകും. അപ്പൊ കൂടെ വേറെ ആൾക്കാരുണ്ട്, പണിക്കാരും ഉണ്ട്. അപ്പൊ ഇത് എവിടെ കൊണ്ടുപോയാലും അതിന്റെ കൂടെ ബിന്ദു ഇടത്തെയും പോകും, എല്ലായിടെയും പോകും. ഷിമോഗ എല്ലാം ഞാൻ എല്ലാ സ്ഥലവും ഈ ഇതിന്റെ വഴി ഇങ്ങനെ ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ട് കിടക്കുന്ന പോലെ കൊണ്ട് കിടക്കുകയാണല്ലേ? അപ്പൊ ഇതിന്റെ അത്യാവശ്യം മെക്കാനിസം ഒക്കെ അറിയാം. എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ രണ്ടുപേരും തന്നെ കുമ്പോട്ടന്റെ കുറെ ഞാനും ഭർത്താവും എപ്പം അതിന്റെ ചെറിയ ചെറിയ പണിയെല്ലാം ഞങ്ങൾ ചെയ്യും. വലിയ പണി വന്നാലേ മറ്റുള്ളവർ വർക്ക് ചെയ്യാനും അറിയാം. അപ്പോൾ ഓരോ സ്ഥലത്തും ഞങ്ങൾ ഓരോ പഞ്ചായത്തിലും നമ്മൾ ചെയ്തുകൊണ്ട് അവര് വണ്ടി അടിക്കാൻ പോയിട്ട് നമ്മളോട് ഇപ്പൊ കോഴിക്കോട് എന്നോട് 100 ഏക്കർ നിങ്ങൾക്ക് തരാം, നിങ്ങൾ ചെയ്യാൻ വരും, നിങ്ങൾ റെഡിയാ പറഞ്ഞു. ആടെയില്ല പാടശേഖരവും കൃഷിയും. പിന്നെ വേണുമാഷ് എന്ന് പറഞ്ഞ പാടശേഖരത്തിന്റെ ആളുണ്ടായിനി, അയാൾ പറഞ്ഞു. പിന്നെ ആടത്തെ കൃഷി ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇല്ലവരെല്ലാരും പഞ്ചായത്ത് വരെ അവര് വന്നിട്ട് തരാം, നമ്മളെല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ചെയ്തു തരാം, എല്ലാ വേണ്ടുന്ന എല്ലാ സജ്ജീകരണവും ചെയ്തു തരാം, നിങ്ങൾ ഇവിടെ വന്നിട്ട് ചെയ്തോന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ ഈ എത്തിപ്പെടാൻ പറ്റുന്നില്ലല്ലോ, അത് എല്ലാ ഇവിടെ ഉണ്ട് കൃഷി, അപ്പൊ ഇത് കൊണ്ട് ഉപേക്ഷിച്ചിട്ട് വേണം പിന്നെ ഞങ്ങൾ അവിടെ പോകണമെങ്കിൽ. പക്ഷെ അവരാരെങ്കിലും ഞങ്ങളുടെ കൂടെ നിന്ന് അത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ ബാക്കി എല്ലാ സപ്പോർട്ടും ചെയ്തിട്ട് നിങ്ങൾ നോക്കുമെങ്കിൽ റെഡി. ഇപ്പൊ ഓരോ സ്ഥലത്തേക്കും നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇപ്പൊ വയനാടായാലും ചെയ്യാൻ ആരെങ്കിലും തയ്യാറായിട്ട് നിൽക്കുന്നവരൊപ്പരാൻ ഞങ്ങൾ കൂടും. അവര് ഒരാൾ നിൽക്കാനുണ്ട്, നോക്കി നടത്തിക്കാൻ ആളുണ്ട് എന്നില്ല ഒരു ബോധം ഉണ്ടാകുമ്പോൾ നമുക്കതെല്ലാം ബാക്കിയുള്ള വർക്കങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ തിരിച്ചു വന്നിട്ട് നമ്മൾ മറ്റുള്ള ഡ്യൂട്ടിയും ചെയ്യണ്ടേ? തീർച്ചയായിട്ടും. ഇത് മാത്രമല്ലല്ലോ കൃഷി. രാവിലെ എത്ര മണിയാകുമ്പോൾ എഴുന്നേക്കും? രാവിലെ അത് ഞങ്ങൾക്ക് എത്ര മണിക്ക് പോണോ, 2 മണിക്ക് പോകണമെങ്കിൽ ഞങ്ങൾ രാത്രി ശരിക്കും പറഞ്ഞാൽ ട്രെയിനിലെല്ലാം പോകാനാണ്ട് 2 മണിക്ക് എണീച്ചിട്ട് പോയിട്ടുണ്ട്, 3 മണിക്ക് പോകുന്നുണ്ട്. ഇവിടുന്ന് ഈ വണ്ടി എടുത്തിട്ട് തന്നെ ഞങ്ങൾ പോകും. രാത്രിക്കാ വരുക. അതിൽ ഇടയ്ക്ക് അവിടുന്ന് നമുക്കൊരു ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്, അത് മനോഹരേട്ടന്റെ ശബ്ദമാണ്. പക്ഷെ മനോഹരേട്ടന് ക്യാമറയുടെ മുമ്പിൽ വരാൻ എന്തോ ഒരു മടി. ഓക്കെ, ഞങ്ങൾ 5 മണിക്ക് പണിക്കാരെയും കൂട്ടിയിട്ട് പോകണം. അപ്പൊ രാവിലെ എണീച്ച് ചായയും കൂടി വെച്ച് ഞങ്ങൾ രണ്ടുപേരും കഴിച്ച്. മോളുണ്ട്, അപ്പൊ അവൾക്ക് ഓഫീസിൽ പോകാനാകുമ്പോഴത്തേക്ക് അവള് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി എടുത്തിട്ട് പോകും. അപ്പം ഞങ്ങൾക്ക് വേണ്ടുന്നത് അവളുണ്ടാക്കും. അവൾ വന്നതുകൊണ്ട് ഇല്ലെങ്കിൽ അവൾ തമിഴ്നാട്ടിൽ പഠിക്കുന്ന സമയത്തായാലും ഞങ്ങൾക്ക് കൃഷിപ്പണി ഉണ്ട് എന്ന് പറഞ്ഞാൽ 10 ദിവസം 15 ദിവസം എഞ്ചിനീയറിംഗാണ് പഠിക്കുന്നത് ഉണ്ടായിരുന്നു. 10 ദിവസം അല്ല 15 ദിവസം ലീവ് ആക്കിയിട്ട് ഓളെ കൂട്ടുകാരിനെയും കൂട്ടിയിട്ടുണ്ട് ഇവിടെ വന്ന് ഭക്ഷണം സഹായിക്കും. ഓരോ ബീഹാരി കുട്ടിയാ, ഇവിടെ നാട് ഇതെല്ലാം കാണാൻ ഓരോ ഇപ്പം വിളിക്കുമ്പോ അങ്ങനെ കൂട്ടുകാരി അവളെപ്പം പറയും ഞങ്ങൾക്ക് ഇടായി. ആ കൊറോണന്റെ സമയത്തും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അതിന് മുമ്പേ ആ പ്രളയത്തിന്റെ സമയത്ത് ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. എന്നിട്ട് ഈ വെള്ളമെല്ലാം കണ്ടിട്ട് ഓക്കന്നെ അത്ഭുതം. ഫുൾ ടൈം ഈ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമാവും കൃത്യം പറഞ്ഞ? 28 വർഷത്തോളായി. 28 വർഷമായിട്ട് ശരിക്കും കൃഷി മാത്രം. ഓക്കെ, നമ്മൾ ഇതേ കൂടെ കാണുമ്പോ ഇതാക്കണം, വിളിച്ചാ ഫോൺ എടുക്കണ്ടേ? എടതി ഗ്യാസിന്റെ എല്ലാം സോൾവ് ചെയ്തു, പൈസയൊക്കെ കൊടുത്തു. ഓക്കെ, ഇതെന്താ സംഭവം? ഇത് പിന്നെ പുതിയൊരു വെറൈറ്റി, നമ്മളിപ്പോ വെറൈറ്റി വിത്താണ്. പുണ്യ എന്ന് പറയുന്ന പുതിയ വെറൈറ്റി വിത്താണ്. ഇതിപ്പോ ചെയ്തിട്ട് ഇത്
കർഷകരില്ലെങ്കിൽ, ഈ തൊഴിലാളികളില്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഇത് നോക്കുന്നേ. ട്രേയിൽ മറ്റേ ഈ ട്രേയിൽ സാധാരണ ഇങ്ങനത്തെ ട്രേ ആണ്. അപ്പോൾ ഓരോ തൈ ഇതിനെ എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇവിടെ എന്തൊക്കെയോ കുറേ മെഷീൻസ് ഇരിപ്പുണ്ട്. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. എന്തായാലും ബിന്ദുവേടത്തി ഇവിടെ ഉണ്ട്. ബിന്ദുവേടത്തി ഈ കാണുന്ന സംഭവം എന്താ? അത് പാറ്റുണ്ട്. പാറ്റുക എന്ന് പറഞ്ഞാൽ നെല്ല് പാറ്റുന്നേ. ആ, അപ്പൊ ഈ ഫാൻ എടുത്തിട്ട് ഈ ഫാൻ സെറ്റ് എടുത്തിട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ട് 2-3 പേര് വേണം. ശരിക്കും പറഞ്ഞാൽ 5000 കിലോ ഒരു ദിവസം പാറ്റിയെടുക്കാം. ഓ ശരി, അത്രയും പാറ്റിയെടുക്കാം. പക്ഷെ 3-4 പേരുണ്ടാവും. ഇതിലെ കൂടി ഇട്ട് കൊടുത്താൽ നെല്ല് വേറെ പോയി നല്ല വള്ളുക്ക് വിത്ത് നല്ല ക്വാളിറ്റിയിലെ നെല്ല് ഇപ്പുറത്തേക്കൂടെ വന്നു. 2-3 ഇതുണ്ട്. ചാക്ക് മാറ്റാൻ ആളുണ്ടാവണമെന്നേ ഇല്ലൂ. അപ്പം ഇതിപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറ്റി വെച്ചത് എന്തിനാന്ന് വെച്ചാൽ ഉഴുന്ന് തച്ചിട്ട് പാറ്റ് ക്ലിയർ ആക്കാൻ ഇത് ഫാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആടുന്ന് ഉഴുന്ന് തച്ച് കഴിഞ്ഞാൽ ഫാൻ അങ്ങ് ഉഴുന്ന് കൃഷിയുണ്ട്. ഉഴുന്ന് കൃഷിയുണ്ടോ? ഓ എല്ലാം നെല്ല് കൂടാതെ ഉണ്ട്. ഉഴുന്ന്, എള്ള്, മഞ്ഞള് എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട്. ഇതില് ഉള്ളി മുളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇടത് കഴിഞ്ഞ 28 വർഷമായിട്ട് കൃഷി തന്നെയാണ് മുഖ്യമായിട്ടും ചെയ്യുന്ന കാര്യം അല്ലേ? ഇതില് പൂർണ്ണമായിട്ടും സംതൃപ്തിയാണ്? പൂർണ്ണമായിട്ടും സംതൃപ്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഈ കൃഷി ഇല്ലെങ്കിൽ ശരിക്കും ഇവരെല്ലാവരും എന്നോട് പറയും ഇനി അടുത്ത വർഷം കുറച്ചെടുക്കാം. പക്ഷെ എന്നാലും ഞാൻ ആ സമയമാകുമ്പോൾ കൂടുതലല്ലാണ്ട് കുറക്കുന്ന പരിപാടി ഇല്ല. അതിനോടൊരു താല്പര്യം. എവിടെയെങ്കിലും വയൽ കാണുമ്പോൾ അവരിപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും വണ്ടി കൊണ്ട് ഓടിയിട്ട് പോകുന്ന കാണുമ്പോൾ വയൽ കാണുന്ന വെറുതെ ഇട്ടിട്ട് കാണുമ്പോൾ ഞാൻ പറയും ശരി ഈ വെറുതെ ഇട്ടിട്ട് കിടക്കൂലേ, ഭൂമിയല്ലേ നമ്മൾ പണി ചെയ്താൽ എന്തായാലും നമ്മളെ ഭൂമി ഒരിക്കലും ചതിക്കൂല. ഞങ്ങൾ അങ്ങനെ ആത്മാർത്ഥ പണിയെടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ചതിക്കൂല. ഭൂമിയിൽ നമ്മൾ ആത്മാർത്ഥമായി പണിയെടുത്താൽ ഭൂമി നമ്മെ ചതിക്കൂല. അതൊരു വെറും വാക്കല്ല. മണ്ണിനെ അറിഞ്ഞ, പ്രകൃതിയെ അറിഞ്ഞ, ഭൂമിയെ അറിഞ്ഞ ഒരു വ്യക്തിയുടെ ഉറപ്പുള്ള വാക്കാണ്. 28 വർഷത്തിലേറെയായി മറ്റെന്തിനേക്കാളും മണ്ണിനെയും കൃഷിയെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾക്ക് ആ ഉറപ്പ് നൽകാനാകും. നാം കണ്ടില്ലേ, സ്വന്തം വ്യക്തിവിശേഷം പറയുന്നതിനേക്കാൾ ആവേശത്തിൽ ബിന്ദുവേടത്തി കൃഷിയെക്കുറിച്ച് പറയുന്നത്. പറഞ്ഞറിയിക്കാനാവാത്ത വിധം ആത്മവിശ്വാസമുള്ള ഒരാൾ, അവർക്കൊപ്പം നിൽക്കുന്ന കുടുംബം. 60 ഏക്കറിന് മുകളിൽ സ്ഥലങ്ങളിൽ 2 വിളവെടുപ്പുകളിലായി കൃഷി ചെയ്യുന്ന അവർക്ക് മണ്ണും കൃഷിയും പ്രാണവായുവാണ്. അതുകൊണ്ടാണ് ആ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ അവിടെ വീശുന്ന കാറ്റിന് നമുക്ക് വേണ്ടുന്ന ധാന്യങ്ങളുടെ മണമുള്ളത്. അവിടെ മുളച്ചു നിൽക്കുന്ന ഓരോ സസ്യങ്ങളിലും സംതൃപ്തിയുടെ സൗന്ദര്യമുള്ളത്. പക്ഷേ ഇതെല്ലാം ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരു അപൂർവ കാഴ്ചയായി മാറുന്നു എന്നതാണ് മറ്റൊരു സത്യവും. അഭിമാനത്തോടെ ആദരവോടെ ആ കുടുംബത്തോട് ഞാൻ യാത്ര പറഞ്ഞ് ആ വീട്ടുമുറ്റത്ത് നിന്ന് ഇറങ്ങുമ്പോൾ അവരെനിക്ക് സ്നേഹത്താൽ നൽകിയ അവരുടെ അധ്വാനത്തിന്റെ പ്രതീകം കൂടിയായ ആ നാടൻ അവിലിന്റെ രുചി എൻ്റെ നാവിൽ എവിടെയോ ഒരിക്കൽ കൂടി ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഭക്ഷ്യധാന്യവും കയറ്റി വരുന്ന ലോറിയുടെ വരവ് മുടങ്ങിയാൽ അന്നം മുട്ടിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കേരളീയർക്ക് മുന്നിലുള്ളത് അല്ലേ? ആ സാഹചര്യത്തിൽ ഈ ബിന്ദുവേടത്തിയെ പോലുള്ളവർ നമുക്കിടയിൽ വളരെ വിരളമായിട്ടാണ് ഉള്ളതെങ്കിൽ പോലും അത് നമുക്ക് നൽകുന്ന പ്രതീക്ഷ വളരെ വലുതുമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ ആഗ്രഹം നിലനിൽക്കുന്നുണ്ട്. അതെന്താണെന്നോ, ഈ വീഡിയോ കണ്ടിട്ട് ഒരു തുണ്ട് ഭൂമിയുള്ള ഒരാളാണെങ്കിൽ പോലും ഒരു കറിവേപ്പിലയുടെയോ ഒരു കാന്താരിമുളകിൻ്റെയോ തയ്യെങ്കിലും ആ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും വെച്ചു പിടിപ്പിക്കാൻ ഒരു തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സംതൃപ്തി. ഈ വീഡിയോ ഇങ്ങനെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും